കാരണം അവൻ്റെ രാജ്യത്ത് ഹിന്ദുക്കളായ ആൾക്കാർക്ക് അവർക്ക് മതപ്രചരണം നടത്താം. അവിടെ ഹിന്ദു ടെമ്പിൾസ് ഉണ്ട്. നിങ്ങൾക്കറിയാം ഹനുമാൻ ടെമ്പിളിനെതിരെ അവിടെ പ്രശ്നമുണ്ടായത്. അതേപോലെ തന്നെ ഫ്ലോറിഡയിൽ അവിടെ പ്രശ്നമുണ്ടായി, അവിടുത്തെ സിറ്റി കൗൺസിലർ. ഇത് പലയിടത്തും പ്രശ്നമുണ്ട്, പലതും ആൾക്കാരൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇഷ്യൂ ആണ്. ഇപ്പം ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഇന്ത്യയിലുണ്ടാകുന്ന ഒരു സംഭവം ഇത് ഗ്ലോബലാണ്. കാരണം ഇന്ന് ലോകം എന്ന് പറയുന്നത് ഒറ്റ വില്ലേജ് ആയിട്ട് മാറും. നിങ്ങൾ എവിടെയെങ്കിലും പ്രശ്നമുണ്ടാക്കി അവിടെ ഒരു പ്രശ്നം അതവർ കയറി പിടിക്കും. ഇന്ത്യക്കാർക്കെതിരെ ഇത്രയും സംഭവം ഉണ്ടെങ്കിൽ H1B പല ഇഷ്യൂസ് ഉണ്ട്, അതിൽ ഇതങ്ങ് കയറി അങ്ങ് തിളച്ചു. ഇതാണ് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് പെൻഡക്കോസ്റ്റുകാർക്ക് അമേരിക്കയിലുള്ള റിപ്പബ്ലിക്കൻസുമായിട്ട് അവിടുത്തെ പെൻഡക്കോസ്റ്റ് മിഷൻസുമായിട്ട് നല്ല ബന്ധമാണ്. ഇതെനിക്ക് നേരിട്ടറിയാവുന്ന സത്യാവസ്ഥയാണ്. അവരിവിടെ അവരെ കാണുന്ന അവരുടെ ബ്രദേഴ്സായിട്ട്. അതേപോലെ തന്നെ അവിടെ നാഷണൽ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ്റെ കാത്തലിക്സ് ഗ്രൂപ്പിൻ്റെ ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള റൈറ്റ് വിങ് കാത്തലിക്സ് ഗ്രൂപ്പാണ്. അവരുടെ 2 കാത്തലിക്സ് നൺസിനെ ഛത്തീസ്ഗഡിൽ ഒരു കേസും ഇല്ലാതെ പിടിച്ച് ജയിലിലിടുന്നു. എന്നിട്ട് ആ ഒരു സ്ത്രീ പറഞ്ഞ വാളും വെച്ച് അത് കഴിഞ്ഞ് അവരുടെ വീണ്ടും ഷോട്ടും റീലുമായിട്ട് പോകുന്നു. ഇതൊക്കെ കാണുന്ന കാത്തലിക്സ് കമ്മ്യൂണിറ്റി നിങ്ങൾ വിചാരിക്കുന്നുണ്ട് സൈലൻ്റ് ആയിട്ട് ഇരിക്കുമെന്ന്? അവരിങ്ങോട്ടും ഒന്നും ചെയ്യണ്ട, പക്ഷെ അവിടെ വെച്ചങ്ങ് ചെയ്യും. ഇതതിൻ്റെ കാര്യം. അതായത് മനസ്സിലാക്കേണ്ട, ഇവിടുത്തെ ചില മീഡിയയും സാറ്റലൈറ്റ് മീഡിയ അവരൊക്കെ കിടന്ന് ബഹളം വെച്ച് കുരച്ചപ്പോൾ ഈ പറയുന്ന പല സാറ്റലൈറ്റ് ഇന്ത്യയിൽ റൺ ചെയ്യുന്ന സാറ്റലൈറ്റ് മീഡിയയുടെയും ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള ഇന്ത്യൻസ് പലരും ഉണ്ട്, ഇൻക്ലൂഡിങ് അർണബ് ഗോസ്വാമി.